ഇന്ന് ജനുവരി 30. ഭാരതത്തിന്റെ ആത്മാവ് വെടിയുണ്ടകളാൽ തകർക്കപ്പെട്ട ദിവസം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 78 വർഷം തികയുന്നു. പക്ഷേ 2026ലും നമ്മൾ ഗൌരവമായി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഗാന്ധിജി വധിക്കപ്പെട്ടത് അന്ന് മാത്രമാണോ? അതോ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഓരോ ദിവസവും ഇന്നും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഗാന്ധിയെ കൊന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു പ്രത്യയശാസ്ത്രമായിരുന്നു. അന്ന് ആ തോക്കിന് മുന്നിൽ അദ്ദേഹം വീണപ്പോൾ ലോകം വിചാരിച്ചത് ഗാന്ധിസം അവസാനിച്ചുവെന്നാണ്. എന്നാൽ സഹിഷ്ണുതയും അഹിംസയും ഒരു ഭരണഘടനാ മൂല്യമായി ഇന്ത്യ സ്വീകരിച്ചു. പക്ഷേ ഇന്ന് ചരിത്രം മാറ്റി എഴുതപ്പെടുമ്പോൾ, ഗോഡ്സെ ആരാധിക്കപ്പെടുമ്പോൾ, ഗാന്ധിജി കേവലം ഒരു ശുചിത്വ മിഷന്റെ ചിഹ്നമായി മാത്രം ചുരുക്കപ്പെടുകയാണോ എന്ന് നാം ചിന്തിക്കണം. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനു മുന്നിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ ഇന്നും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഗാന്ധിജി എന്നത് ഒരു വ്യക്തിയല്ല, അതൊരു പരീക്ഷണമാണ്, സത്യത്തോടുള്ള പരീക്ഷണം. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് സ്നേഹം കൊണ്ട് മറുപടി നൽകുക എന്നതാണ് ആ പരീക്ഷണത്തിന്റെ കാതൽ. ഈ രക്തസാക്ഷി ദിനത്തിൽ നമുക്ക് സ്വയം ചോദിക്കാം, നമ്മൾ ഗാന്ധിക്കൊപ്പമാണോ അതോ തോക്കിന് പിന്നിലെ പ്രത്യയശാസ്ത്രത്തിനൊപ്പമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തുക.